ഓക്കെ. ഈ പോക്കറ്റിൽ എൻ്റെ ഇവിടെ 2 ഫോണുണ്ട്. എൻ്റെ മെനു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ മലേഷ്യയിലെ പട്ടിയുടെ മെനു ആ സോഫയ്ക്ക് ഞങ്ങൾ കാശ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോയി ഇൻഹേലർ വാങ്ങി. ഇൻഹേലറിൻ്റെ കാശ് നമ്മൾ കൊടുക്കാനായിട്ട് ഒരു 50 റിങ്കറ്റ് എടുത്ത് വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ ആ ബോംബ് ഡ്രോപ്പ് ചെയ്തത്. അത് 140. ഉടനെ ഫസ്റ്റ് തന്നെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അശ്വതി ഒരു വലി വലിച്ചു. എന്നിട്ടാണ് പിന്നെ പൈസ കൊടുത്തത്. വില കേട്ടതും അല്ല, ഒരു വലി വലിച്ചു. സാധനം എല്ലാ മെഡിക്കേഷൻസും എല്ലാവരും പക്ഷെ ഇവിടെ റോമിങ്. Let's go. ഒന്ന് ക്ലെയിം ചെയ്ത് തന്നാൽ സൗകര്യമായിരുന്നു. അതെ, നിങ്ങൾ അധികം ചായ ഇതിന്റെ ക്ലെയിം നോക്കിയാൽ ഇതിന്റെ ക്ലെയിം മലേഷ്യൻ ഗവൺമെന്റ് അങ്ങനെ അവിടെ കോണ്ടാക്ട് ചെയ്തു. എന്താ സംഭവം എന്നറിയോ, ഞങ്ങള് സോഫ എയർബിഎൻബിയിൽ നേരത്തെ കോലാലംപൂരിൽ നിന്ന റൂമിലെ സോഫയുടെ കാലൊടിഞ്ഞെന്ന് ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അയാളെ വിളിച്ച് പറയുന്നത് ഞങ്ങൾ അറിയില്ല കേട്ടോ. അപ്പോൾ എയർബിഎൻബിയിൽ അയാൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും, അത് നമ്മൾ ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ പറയാം, ഞാൻ എൻ്റെ മെനു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ മലേഷ്യയിലെ പട്ടിയുടെ മെനു ആ സോഫയ്ക്ക് ഞങ്ങൾ കാശ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അത് പറഞ്ഞുള്ള ട്രോളലുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വെൽക്കം ടു ഡേ 3. ഞാനിന്ന് ഒന്നും വ്ലോഗൊന്നും എടുത്തില്ലായിരുന്നു. കാരണം റൂമിൽ നിന്ന് എടുത്ത് എൻ്റെ പുറകെ ഒരു അപ്പാപ്പനും ഒരു ചേച്ചി. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏർലി മോർണിംഗ് ഇറങ്ങി ദിവസമായിട്ട് ഉറപ്പൊന്നും കിട്ടുന്നില്ല. കണ്ടിന്യൂസ് ഓട്ടാണ്. തിരിച്ച് വരും, ഒരു 4 മണിക്ക് ഇറങ്ങും, വീണ്ടും ഏർലി മോർണിംഗ് എണീക്കും, ട്രാവലിന് പോകും. അങ്ങനെ ഞങ്ങളുടെ ഉറപ്പൊന്നും ശരിയായിട്ടില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു ബോധവും ഇല്ലായിരുന്നു. അതുകൊണ്ട് വ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേറ്റിലെത്തി, മലേഷ്യയിലെ. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പെനാങ്. നോക്കിയിരിക്കുകയാണ്. കുറച്ച് ഉറക്കവും പിന്നെ കുടുംബക്കകത്ത് കുറച്ച് ഫുഡും പോയപ്പോൾ നിങ്ങളെ കണ്ടന്റ് ക്രിയേറ്റ് പോകണമെന്ന് പറ്റുന്നു. അതെ, ഫുഡും ഉറക്കവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാവിലെ ഒരു എനർജി ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്ത് ബാക്ക് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു റിലാക്സിങ് ഡേ വെക്കാമെന്ന് കരുതി. കാരണം കഴിഞ്ഞ 3 ദിവസമായിരുന്നു ഭയങ്കര ഓട്ടമായിരുന്നു. സോ നമ്മൾ ഭയങ്കര ടയേർഡാവും. സോ ഇത് നമ്മൾ ഒരു റിലാക്സിങ് ഡേ ആക്കാമെന്ന് കരുതി. റിലാക്സിങ് ഡേ ഇന്ന് ഞങ്ങൾ പെനാങ്ങിലാണ്. പെനാങ് എന്ന് പറഞ്ഞാൽ ഐലൻഡാണ്. പെനാങ് ഒരു ഐലൻഡാണ്, സറൗണ്ടഡ് ബൈ സീ. ഓക്കെ, ഇവിടെ ബീച്ചും ഉണ്ട്, ഹിൽ സ്റ്റേഷനും ഉണ്ട്. ഐലൻഡ് ആണോന്ന് അറിയില്ല. ഞങ്ങളപ്പോൾ പെനാങ്ങിൻ്റെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു ഫെറി എടുത്താണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. ഫെറി എടുത്ത് പോകുന്നെങ്കിൽ ഐലൻഡ് അല്ലേ? ഈ ഐലൻഡിൻ്റെ അകത്തായിരിക്കും അപ്പോൾ ഹില്ലൊക്കെ, അറിയില്ല. ഫെറി എടുത്ത് പോകണമെങ്കിൽ നമ്മുടെ പെനാങ് ഒരു ഐലൻഡ് ആയിരിക്കില്ലേ? ഐലൻഡാണ്, പെനാങ് ഒരു ഐലൻഡാണ്. അപ്പം നമ്മൾ ഫെറി എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ ലുക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ലുക്കാണ്. നമ്മുടെ അവിടുത്തെ പോലത്തെ കൂറ ബസ് സ്റ്റേഷനൊന്നുമല്ല, എയർപോർട്ട് പോലെ ഇരിക്കും ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഞങ്ങൾ ഈ ബസ് സ്റ്റേഷനിൽ, അതായത് ഷോപ്പിംഗ് മോൾ പോലെ ഒരുമിച്ച് നമ്മുടെ മലേഷ്യൻ ടെറിട്ടറിയിലുള്ളതാണ്, പക്ഷേ വലിയൊരു ഐലൻഡായിട്ട് വേൾഡ് യുനെസ്കോയിൽ അറിയപ്പെടുന്നൊരു സ്ഥലം. പെനങ് എന്ന് പറയുന്നത് ജോർജ് ടൗൺ. പെനങ് എന്ന് പറയുന്നത് ജോർജ് ടൗൺ ആണ്. പെനങ് എന്ന് പറഞ്ഞാൽ ജോർജ് ടൗൺ പെനങ്ങിലുള്ള സ്ഥലം. ആ എടേ, പെനങ്ങിനെ പറ്റി 2 വാക്ക് പറ. എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഇതാണ്. പിന്നെ വെള്ളത്തിലുള്ള ഇതിലേക്ക് നമ്മൾ പോകുന്നത് ഇതുവഴിയാണ്.
ആഹാ. ഇതുവഴി പോയി അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അവർ ഇത് വരും. പിന്നെ നമുക്ക് അതാണ് നമ്മുടെ ഒരു ഇത്, അതാണ് നമ്മുടെ ഒരു ഇത്. എല്ലാം കൂടെ ബാണ്ടക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോണെന്നൊരു പെനങ്ങിനും ക്യാപിറ്റലൊക്കെ ഫസ്റ്റ് ബെഞ്ചർ. അപ്പം ഞങ്ങൾ ആ ക്യാപിറ്റലിൽ പോകാനാണ് ഈ ഫെറിയിൽ പോകുന്നത്. നമ്മൾ ഫെറിയിൽ അപ്പോൾ ജോർജ് ടൗണിലാണോ പോകുന്നത്? അപ്പം ഇത് പെനാങ്. ഇത് ബട്ടർ വർത്ത്. എല്ലാം ഒന്ന് തന്നെ. അവിടെ പെനാങ് സെൻട്രൽ മനസ്സിലായില്ലേ? വലിയ ഐഡിയ ഒന്നുമില്ല. ടിക്കറ്റ് എടുക്കും, പോവാം. അതാണ് സത്യം. എവിടെ എത്തിയാലും നമ്മൾ അവിടെ നീന്തും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഐഡിയ കിട്ടി. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ, കുട്ടിന്നൊക്കെ കുറിച്ച്. അപ്പോൾ അതാണ് സംഭവം. പിന്നെന്താ, എൻ്റെ ഫേസൊക്കെ ഫുള്ള് ടാനായി. കാരണം ഫുൾ നല്ല വെയിലായിരുന്നു. ഫുള്ള് വെയിലത്ത് ഓടിക്കളിച്ച് വയ്യ. ഞങ്ങൾ ഫുൾ ഡേയ്സും ഉണ്ടായിരുന്ന 3 ദിവസം ഭയങ്കരമായിട്ട് നടന്ന് ക്ഷീണിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു റിലാക്സിങ് ഡേ ആയിട്ട് എടുക്കാൻ കരുതുകയാണ്. ഹലോ ഗൈസ്, ദിവ്യ ഇസ് ബാക്ക്. ഈ കാണുന്ന കടലിൻ്റെ അപ്പുറത്താണ് ദുഫൈ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഗഫൂർ അല്ല, ഇവിടെ ആർച്ചയാണ്. ആർച്ചക്ക ദോസ്ത്. അങ്ങനെ മാന്യമായിട്ട് എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മാത്രം ക്യൂ മുറിച്ച് കയറി. പിന്നെയാണ് മനസ്സിലായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. എനിവേസ് നമ്മളിതാ ഷിപ്പിൽ കയറാൻ പോവുകയാണ്. ടു ബി കണ്ടിന്യൂഡ് ഫ്രം ദെയർ. റെഡിയായി. ഞങ്ങൾക്ക് ഫെറിയുടെ കിടിലം വ്യൂ ഉള്ള സീറ്റ് തന്നെ കിട്ടി. ക്യൂ കട്ട് ചെയ്താൽ എന്താ? ഇടയ്ക്ക് ഞാൻ ഷിപ്പെന്ന് പറഞ്ഞിരുന്നു. ഷിപ്പും ഫെറിയൊക്കെ ഒന്ന് തന്നെ. നമുക്കിതെല്ലാം ഒന്ന്. മലയാളത്തിൽ മത്സ്യബന്ധനാവുക, അപ്പൊ മലയാളത്തിൽ പോട്ട്. ഇന്ന് പെനാങ് എത്തിയിട്ട് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. സോ ഇന്ന് ജസ്റ്റ് ട്രാവൽ ടു പെനാങ് ആണ്. ഇന്ന് റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക, ജസ്റ്റ് ഹാവ് സം ക്വാളിറ്റി ടൈം. അത് കഴിഞ്ഞ് നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. 23യുടെ കഴിവ് നോക്കിയത് നോക്ക്, സൂം നോക്ക്. ആ ബിൽഡിംഗ് പാത്തുമ്മയായി. കപ്പലിന്റെ പേരാണ് പുലാവ് പയർ. പയർന്ന് തന്നെ PAYAR പയർ. ഇത്രയും കാലം അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് ആകെ പുലാവും പയറും കിട്ടിയത് ഇവിടെയാണ്. പക്ഷെ തിന്നാൻ ഒക്കൂല എന്ന് മാത്രം. നമ്മളെ പെനാങ്ങിലെ സ്റ്റേ കൊള്ളാലോ. എന്താ ഇവിടെ 3 പേർക്ക് കിടക്കാൻ പറ്റില്ല. ഇല്ല, ഇവിടെ 2. ഇത് സോഫ കം ബെഡാന്ന് തോന്നുന്നു. നല്ല വെള്ള റൂം. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, വാഷ്റൂം കൊള്ളാം. ഇതെന്താ സിംഗിൾ ബങ്കർ ആണല്ലോ. ഇതെനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റബിൾ ആണ്. വ്യൂ ഇസ് നൈസ്. ദ പെനാങ് വ്യൂ, പെനാങ് ഹിൽസ് ആൻഡ് പെനാങ് വ്യൂ. 19th floor. Welcome to another day of Arsha's vlog. So today is day 4 in Malaysia.
മലാക്ക. വി ആർ ഇൻ പെനാങ്. ഇന്നലെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്നലെ ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഒരു കൂൾ ഡൗൺ പീരീഡിലായിരുന്നു. വി വാണ്ടഡ് എ ബ്രേക്ക്. സോ ഇന്നലെ നമ്മൾ ഫുൾ റിലാക്സ് ചെയ്ത് ഫുൾ സെറ്റായി ഫുൾ എനർജി. എൻ്റെ ഡ്രസ്സ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ നല്ല വെയിലാണ്. സോ ആദ്യത്തെ 2 ദിവസം ഷോർട്സ് ഇട്ട് നടന്ന് ഫുൾ കരിവാളിച്ചു. സോ ഇന്ന് ഞാൻ ഡ്രസ്സാണ്, ഫുള്ളി കവേർഡാണ്. ആ പോക്കറ്റിനകത്തൊക്കെ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ഈ പാൻറ് അടിപൊളി പാൻറ്റാണ്, ഓരോ പോക്കറ്റിലും ഓരോ സാധനം. ഈ പോക്കറ്റിൻ്റെ അകത്ത് എൻ്റെ സൺസ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഈ പോക്കറ്റിൽ എൻ്റെ ഇവിടെ 2 ഫോണുണ്ട്, ബാക്കി കുറച്ച് സാധനമുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സൂപ്പർ പാൻ്റാണ്. നമ്മുടെ എയർപോർട്ടിലായാലും സാധനങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഈ പാൻറ്റിൻ്റെ പോക്കറ്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പവർ ബാങ്ക്, അവിടെ ചാർജർ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. സോ ഈ പാൻറ്റ് അടിപൊളി പാൻറ്റാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പാൻറ്റാണ്. താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് വരും, നമ്മുടെ ഡേ 4 തുടങ്ങുകയാണ്. എല്ലാവരും റീചാർജ് ആവാം. ഞാൻ ഡബിൾ റീചാർജ് ആണ്, പക്ഷേ ഇവിടെ റോമിംഗ് ഉണ്ട്. Yeah. Let's go. ഇന്ന് ഡേ 4 ആണോ 5 ആണോ? ഞങ്ങൾ ഇന്ന് ഡേ 4 എന്നെ എടുക്കുന്നത്. അതിൽ കണ്ണാടി ഞാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു സൂപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹംഗ്രി ബോയ് അല്ലേ ഹംഗ്രി ബോയ്. സൂപ്പറായിരുന്നു. ഇവിടെ വന്നിട്ട് ഇതുവരെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈവൻ മിൽക്ക് ടീ വാസ് സോ ഗുഡ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ആക്രമണത്തെ കാരണം ഞങ്ങൾ അപ്പോൾ തന്നെ എല്ലാം കഴിച്ചിട്ട് വന്നു. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ടാക്സി കാത്ത് നിൽക്കുകയാണ്. കൗമുദി എന്തൊക്കെയോ ചെയ്ത് ഓടി നടക്കുന്നുണ്ട്. ഹൗ ആർ യു അശ്വതി? രാവിലെ ഇന്നലെ എൻ്റെ ഇൻഹേലർ കളഞ്ഞു പോയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോയി ഇൻഹേലർ വാങ്ങി. ഇൻഹേലറിൻ്റെ കാശ് നമ്മൾ കൊടുക്കാനായിട്ട് ഒരു 50 റിങ്കറ്റ് എടുത്ത് വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ ആ ബോംബ് ഡ്രോപ്പ് ചെയ്തത്. അത് 146 റിങ്കറ്റ്സ് ആയിരുന്നു ഗൈസ്, 146 റിങ്കറ്റ്സ്. നാട്ടിലെത്രയാ? അത് നാട്ടിലെ ഒരു 250 രൂപ. 2500 രൂപയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തത്. നാട്ടിലെത്ര? 570 റുപ്പീസാണ് ഇവിടെ മേടിച്ച ഇൻഹേലർ. 540 570 ആണ്. അപ്പോൾ ഞാൻ 25. അപ്പോൾ ഈ നാട്ടിൽ ഇരട്ടി ആയിരിക്കും വെച്ച് ഞാൻ 50 റിങ്കിറ്റ്സ് എടുത്ത് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു 150 റിങ്കിറ്റ്സ്. ഇരട്ടിയുമല്ല ഗൈസ്, അതിൻ്റെയും 3 ഇരട്ടിയാണ്. അത് കേട്ട ഉടനെ ഫസ്റ്റ് തന്നെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അശ്വതി ഒരു വലി വലിച്ചു. എന്നിട്ടാണ് പിന്നെ പൈസ കൊടുത്തത്. വില കേട്ടതും അല്ല, ഒരു വലി വലിച്ചു. സാധനം എല്ലാ മെഡിക്കേഷൻസും എല്ലാവരും എടുത്തോണ്ട് അവനവനുള്ളത് ക്യാരി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫാർമസി വിത്ത് എഫിൽ പോകേണ്ടത്. അത് മിസ്സാവാതെ നോക്കുക. ഇവിടുത്തെ ഫാർമസി ഒക്കെ 10 മണിക്ക് അടയ്ക്കും. അർജന്റ് മെഡിസിൻസ് ആണെങ്കിൽ അത് എക്സ്ട്രാ ഒന്ന് ക്യാരി ചെയ്യാനും മറക്കല്ല. കാരണം അവനവന്റെ കയ്യിൽ വെക്കരുത്, ഇഷ്യൂ ആയി അടുത്ത ആളുടെ കൈ കൊടുക്കുക. അവരുടെ കയ്യിൽ വെക്കരുത്. സൂക്ഷിക്കാൻ അറിയുന്നവനായിരിക്കണം. സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പണി പറ്റി. ഇന്നലെ രാത്രി ഫുൾ ഞങ്ങൾ തപ്പി നടന്നു, ഒന്നും കിട്ടിയില്ല. പല്ല് വെച്ചോണ്ടി അതെനിക്ക് തോന്നുമ്പോ ഈ ഫ്രണ്ടിൽ കമ്പി ഇട്ട പല്ല് പോലെ പല്ലി. എന്താണ് മോളെ? അയ്യേ, ഞാൻ നിന്നെയാണ് എടുക്കുന്നത് ഇതില്. അയ്യോ, അതില് നല്ല വൃത്തിയോടായിട്ട് വന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണ്? നമ്മൾ ആദ്യം പെനാങ് ഹിൽസിൽ പോകും. അവിടെ എനിക്കൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇവരെ കൂടെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ ട്രിപ്പിൽ എല്ലാവർക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ട്. യാതൊരു ഐഡിയ ഇല്ലാതെ എന്നിട്ടാ ഞാനാണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ആർച്ചയ്ക്ക് മിനിമം അല്ല ആക്ച്വലി പൊതുവേ ഞാൻ ഏത് ട്രിപ്പിന് പോയാലും നല്ല ഐഡിയ ഉണ്ടാവും, ഐഡിനറി വരെ ഉണ്ടാക്കും. വരുമോന്ന് തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ ഡൗട്ട്. അപ്പൊ ഈ ഒരു ട്രിപ്പിന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവരെ ഫോളോ ചെയ്യാണ്. ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരു ഹോംവർക്കും ചെയ്തിട്ടില്ല. പറയുന്നത് വെറുതെയാണ്. ഐഡിയ ഇല്ലെങ്കിലും ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോഗർ വന്നപ്പോ
തൊട്ട് ഞങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ആർച്ചാദ മോഗ്ലാർ. അത് അച്ഛൻ്റെ ഇത് മാറ്റി ചിലപ്പോൾ ഈ നെയ്മിന് കിട്ടായി അപ്പോൾ ആയിരിക്കും പൂവിട്ട് പൂജിക്കും. ആർച്ചാദ മോഗ്ലാർ. ചെമ്പരത്തെ പൂവാകരുത്. അതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്തേക്കില്ല കേട്ടോ. ഓക്കെ ഗൈസ്. അറിയാം. Ice kacang. So there is a place for you to sit and eat. So you go there. Ice kacang. You can go to the Lily shop also. The name Lily shop. It's a Chinese one. So that is cake lok. Yeah. Oh, we can. This is nearby only. But you can't walk. It's about 1.5 kilometers. From here. Yes. ഹില്ലിന്റെ മുകളിലായോണ്ട് tonnam. Because the building is a bit huge. Yeah. So it looks near, but from here to walk, it's 1.5. Normally Western people will walk, but Asian people won't walk. അയ്യോ ബസ് വന്ന് മറിച്ചു. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ. You can hike there also, but hiking will take about 3 hours. But hiking is free. You have to go the other side, not this side. Here you cannot hike. You have to go the other side. Waterfall. Separate walkway and all. Come again? There is a separate walkway. There is a hiking, walking direction, but different entrance. For hiking, you have to go to the waterfall. They call waterfall. Penang Hill hiking. So it will take about 3 hours. So next day you will be flat. So your tourism will be affected. Just imagine 3 hours, come down. Station. So this is ബസ് സ്റ്റേഷൻ. the train you have to take. So bus you can take from here ഓക്കെ. to go to. ഹൗ ഫ്രീക്വന്റ് ഇസ് ദ ബസ്? That one you have to Google and check it out. This is a bus station. You Okay. can ask the driver also, no problem. You can speak either Tamil, if it is Tamil driver, or you can speak English, no problem. ഓക്കെ. Okay, so I stop you here. So enjoy your holiday. താങ്ക് യു. ബൈ. ഞങ്ങൾ അങ്ങനെ ഇവിടെ പെനാങ് ഹിൽസിൻ്റെ താഴെ ബുക്കിംഗ് കൗണ്ടറിലെത്തി. നല്ല തിരക്കുണ്ട് ഇവിടെ. 3 വേസ് ആണല്ലേ മുകളിൽ പോകാൻ. കേബിൾ കാർ, അല്ലെങ്കിൽ ട്രെയിൻ, അല്ലെങ്കിൽ ബസ്സല്ലേ? അപ്പോൾ 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഞങ്ങൾ ട്രെയിൻ നോക്കി, പക്ഷേ ട്രെയിനിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റർ എനിക്ക് തോന്നുന്നു കേബിൾ കാറായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ഓൾറെഡി ഞങ്ങൾ മെലാക്കയിൽ ജെൻഡിങ് ഹൈലൻഡ്സിൽ പോയപ്പോൾ നമ്മൾ ഓൾറെഡി കേബിൾ കാർ എടുത്തതായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഇവിടെയും കേബിൾ കാർ എടുത്തു. അപ്പോൾ 2 and fro 30 റിംഗറ്റ്സിന് കേബിൾ കാർ കിട്ടും. ഞങ്ങൾ കേലുക്ക് അല്ലെങ്കിൽ ക്ലുക്ക്, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. അതിൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ ടിക്കറ്റിന് കൂടുതലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് വന്ന് എടുക്കാനായിട്ട് ഇവിടെ എത്ര 30 റിംഗറ്റ്സേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം ഇന്ന് തിരക്കുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തിരക്കുണ്ട്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളെല്ലാം വീക്ക് ഡേയ്സിൽ വന്നത് കാരണം വലിയ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ വീക്കെൻഡ്, ഫ്രൈഡേ, ഇന്ന് സാറ്റർഡേ, ഇന്ന് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു കാര്യം ഒബ്സർവ് ചെയ്തത്, ഈ മലേഷ്യയിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടല്ലോ. ആ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ മലേഷ്യൻസാണ്. അവരുടെ റൂട്ട്സ് ഓൾ ഫ്രം ഇന്ത്യ ആണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണുന്നതിൽ ഒരു 70% ഓഫ് ദി ക്യാബ് ഡ്രൈവേഴ്സും എല്ലാവരുടെയും ഒന്നില്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്. അവർക്ക് മലയാളം ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ അവർക്ക് തമിഴ് അറിയാലോ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും കേരളയിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മലേഷ്യയിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ കുറേ പൂർവികർ, നമ്മുടെ അല്ല അവരുടെ കുറേ പൂർവികർ ഇവിടെ ഉണ്ട്. ടിക്കറ്റ് കിട്ടിയോ? അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി, ഞങ്ങൾ പോവാം. ഇതാണ് നമ്മുടെ ട്രെയിൻ ഗൈസ്, കയറ്റം കയറുന്ന ട്രെയിൻ. കയറാം. ഇവിടെ ഒട്ടുമില്ല.
പിടിച്ചു റോളർ കോസ്റ്റർ ഇറങ്ങുന്ന പോലെ. തിരിച്ചു വരുമ്പോ ഈ ഫ്രണ്ടിലെ സീറ്റ് കിട്ടി ഇത് തിരിച്ചിറങ്ങുമ്പോ റോളർ കോസ്റ്റർ ഇറങ്ങുന്ന പോലെ. ഇത് റോളർ കോസ്റ്റർ പോലെ ഉണ്ടല്ലോ. ചെവി അടയുന്നില്ലേ? ഇത് ഇറങ്ങുമ്പോ ഫ്രണ്ടിൽ കയറി ഇരിക്കണം. റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സീറ്റ് കിട്ടണ്ടേ? സമ്മതിക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഫുൾ പെനാങ് ടൗൺ കാണാം. ഞാൻ സൂം ചെയ്യാം, നോക്കൂ. ഇത് കേബിൾ കാർ സംഭവം തന്നെയാണ്, മനസ്സിലായോ? അതിൻ്റെ ഇത് കണ്ടോ, റോപ്പുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ മെക്കാനിസം. അത് മോളിൽ കൂടെ വരെ താഴെ കൂടെ വളരെ മികച്ച ഐഡിയ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിപൊളിയാണ്, വ്യൂ സൂപ്പറാണ്. ഞങ്ങൾ ആ പോർഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. വ്യൂ സൂപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും കൂടെ വരച്ചു തരുമോ? പക്ഷെ ഒരു പീസിന് 10. അവർ വരച്ച് നോക്കട്ടെ. ആദ്യം പുള്ളി ഫേസിൻ്റെ ഫീച്ചറൊക്കെ നോക്കും. പെണ്ണേനെ കാണാൻ ഇവിടെ എന്ത് രസം. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ ഉള്ള എന്ത് സ്കോപ്പാണ് ഉള്ളത്. എത്ര മലകളും കുന്നുകളും കാടുക. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ചെയ്തു വെച്ചാൽ നമ്മുടെ കേരളം എന്തൊരു ടൂറിസ്റ്റ് സ്പോട്ടാവും. അവിടെ എന്താ ഉള്ളത്? ഓ, മറ്റേ ഫ്യൂണിക്കുലാറിന്റെ ഇതല്ലേ? ഇവിടെ ഒരു ഉണക്കമീനിന്റെ മണം ഉണ്ടല്ലോ. ഒരു ഉണക്കമീനിന്റെ മണം. ട്രെയിനിന്റെ മോഡലോ? പേടിച്ചു പോയി. എനിക്ക് ടാറ്റ തന്നാ ചേട്ടൻ. എന്നെ വണ്ടി കൊണ്ട് ഇടിക്കാൻ നോക്കിയിട്ട് ടാറ്റ തരുന്നു. ഇതാണ് നമ്മളിപ്പോൾ വന്ന ട്രെയിനിൻ്റെ ഒരു മോഡൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൈയടിക്ക്. അയ്യോ, ഇവിടെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കുറേ വണ്ടി വരുന്നുണ്ട്. ട്രാൻസിഷനോ? പെനാങ് ഹില്ലിലെ മെയിൻ ഒരു അട്രാക്ഷൻ ഐറ്റമാണിത്. ഇതിൻ്റെ പേരെന്താ? ബിൻസു എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതിൻ്റെ പല വെറൈറ്റി ബിൻസൂസ് ഉണ്ട്. കാണാനേ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഒരാളുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കി പേര് പഠിച്ചാണ് നമ്മൾ ഇത് മേടിച്ചത്. ഇത് ഇനി കഴിച്ചിട്ട് ബാക്കി ബിൻസൂസ് കാണിക്കാം. നമ്മൾ ഭയങ്കര ക്രൗഡഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 1/10 പോപ്പുലേഷനെ ഹോൾ മലേഷ്യ, കേരളത്തിൻ്റെ 1/10 പോപ്പുലേഷനാണ് ഹോൾ മലേഷ്യയിൽ. ഏരിയ കേരളത്തിൻ്റെ 1/10. അതായത് നമ്മുടേത് 3,30,000 എന്ന് പറയുക, ഇവിടുത്തെ 38,000. നമ്മുടെ പോപ്പുലേഷൻ 3.5 കോടിയാണെങ്കിൽ ഇവരുടേത് 3.5 ലക്ഷം രൂപ. വലിയ വലിയ കാര്യങ്ങളും കണക്കുകളൊക്കെ കൗമുദി പറയുന്ന. വ്യത്യാസമുണ്ട്, പക്ഷേ ഏകദേശം ഇതൊക്കെ അങ്ങനെ തന്നെ. നമുക്ക് പിന്നെ അറിഞ്ഞൂടാത്തോണ്ട് കേട്ടിരിക്കും. നീ എന്താ വീഡിയോ എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇത് പ്രാക്ടീസാണ്. ഇങ്ങനെ എടുക്കണം. എനിക്ക് ആ ടെമ്പിളിൽ ഒരെണ്ണം കിട്ടി. അതിനുശേഷമാണ് ഞാൻ ഈ മൂവ് ചെയ്ത് തുടങ്ങി. ആ ടെമ്പിളിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നടക്കുന്ന പോലത്തെ ഒരു ഞാൻ സ്റ്റാറ്റസ് ഇട്ടാതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ സിംഗിൾ മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നോക്കാറില്ല, സ്കിപ്പ് ചെയ്തൊക്കെ പോകും. എല്ലാം ഒന്നാണല്ലോ. ആൾക്കാരെ വെറുപ്പിച്ച് അവരുടെ മഴവില്ല. അയ്യോ, അതിപ്പോ പോവാൻ തോന്നുന്നു, ഫെയ്ഡ് ആവുന്നുണ്ടോ?
ഹായ് മഴവില്ല്. നോക്കിയതാ. മഴവില്ല്. അയ്യോ മഴവില്ല് കാണാമോ? ആരു പറഞ്ഞു? ഈ പെനാങ് ഹില്ലും ആ മഴവില്ലും കൂടെ ചേർത്ത് എടുക്കാൻ പറ്റുമോ ഗൈസ്? എടുത്തു, വീഡിയോ എടുത്തു. മഴവില്ല് കണ്ടു ഗൈസ്. നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി. നമുക്ക് സീറ്റ് കിട്ടി. പക്ഷെ ഫ്രണ്ടില് നമ്മള് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പൊ നമ്മള് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. കാണാൻ വയ്യ. ഡ്രൈവർ ഇവിടെ. ഡ്രൈവർ ഇവിടെ പോയി. വണ്ടിയുടെ ഡ്രൈവർ അവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ വ്യൂ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ വണ്ടി. വണ്ടി ബാക്കിലോട്ട് പോവാണ്. കൗമുദിക്ക് ഫ്രണ്ടിൽ കിട്ടി. ഞങ്ങൾ പെനാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ നൈറ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ട് സാറ്റർഡേ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അത് കാണാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. എന്നിട്ട് അവിടെ ഫുൾ ചുറ്റിത്തിരിഞ്ഞു. ഗൈസ് ഞങ്ങൾ ഒരു സ്ഥലത്ത് നൈറ്റ് മാർക്കറ്റിന് വേണ്ടി ഞങ്ങൾ നൈറ്റ് മാർക്കറ്റ് കാണാൻ വന്നതാ. ഞങ്ങൾ ഫുഡ് കഴിഞ്ഞപ്പോ അത് മറന്നുപോയി. മാർക്കറ്റ് കാണാൻ മറന്നിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിറങ്ങി ക്യാമ്പ്. ഞങ്ങൾ തിരിച്ചു പോകണം. എന്റെ ലിറിക്സ് വരുന്നുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കാനായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കില്ല. ക്യാമ്പ് അവിടെ ഒന്നും കിട്ടിയില്ല. അതെ അതെ, അവിടെ ഒന്നും കിട്ടാത്ത വളരെ എക്സ്ക്ലൂസീവ് ആണ്. ഡോമിനോസ് പിസ്സ കഴിക്കാൻ വേണ്ടി ഡോമിനോസ് പിസയും കഴിച്ച് കാറിൽ കയറി ഇരുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴോ അയ്യോ നൈറ്റ് മാർക്കറ്റ് കയറാനാ വന്നേന്ന് ഓർത്തത്. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രം മാർക്കറ്റ് ഫുൾ മിസ്സായി ഗൈസ്. മിസ്. അയ്യോ പാണ്ട നല്ല ആമസോണിൽ ഓർഡർ ചെയ്യാം. ഇനി പാണ്ട. അയ്യോ ബാഗ് കട നല്ല വെറൈറ്റി ബാഗ് ഉണ്ടായിരുന്നു. എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങളിപ്പോ വിഷമം മാറ്റാൻ കാറിലിരുന്ന വൈബാണ്. നല്ല രസമുള്ള സ്ട്രീറ്റ്. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ. പിന്നെന്താ നമ്മളിപ്പോ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ. നോ ഗൈസ്, പച്ച പച്ചേ ഇങ്ങനെയാ. ഞാൻ പറഞ്ഞില്ല ഞാൻ വെള്ളം എടുത്ത അങ്ങനെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് റൂമിലെത്തി. അങ്ങനെ ഞങ്ങൾ ഡേ 4 ഇൻ മലേഷ്യയും സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.